റബ്ബർ തോട്ടത്തിന്റെ നടുക്ക്. റബ്ബർ തോട്ടം ഇസ് നോട്ട് ഫോറസ്റ്റ്. അല്ല, റബ്ബർ തോട്ടത്തിന്റെ നടുക്ക് എന്റെ അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞു അവിടെ. സോ അത് അങ്ങനത്തെ ഒരു സീൻ എടുത്തപ്പോഴത്തോ അയ്യോ ഞാൻ അവിടെ കിടന്ന് കരച്ചിലായിരുന്നു, ചേട്ടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേടിയാണ്. എവിടെയായിരുന്നു ഷൂട്ട്? കണ്ണൂരായിരുന്നു. അടിപൊളി. അതാ ഞാൻ ചോദിച്ചത്. അതായത് ഞാൻ ഇങ്ങനത്തെ കുറെ സീൻസ് കണ്ടപ്പോഴത്തേനും ലൈക്ക് നമ്മൾ എൻജോയ് ചെയ്തു, നമ്മൾ എല്ലാരും എൻജോയ് ചെയ്തു ആ സമയം. അതെയോ? ഭയങ്കരമായിട്ട് എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തു. ട്രാവലിംഗ് ഒരു എനർജി ഗിവിംഗ് സോഴ്സ് ആണോ? അതെ അതെ. പ്രത്യേകിച്ച് കാടുകളിൽ പോയി വരുമ്പം അത് സിനിമ മാത്രമല്ല കേട്ടോ, ലൈഫിൽ തന്നെ നമുക്കൊരു പുതിയ പെർസ്പെക്റ്റീവ്, ഭയങ്കര റിഫ്രഷ് ആവും. കുറച്ചു ദിവസം പോയി തിരിച്ച്. സിനിമ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ്? മെയിൻ ഇതാണ് വൈൽഡ് ലൈഫ്. അതെയോ? ഓക്കെ ഓക്കെ. പോയ സ്ഥലങ്ങളെ പറ്റി പറയൂ. പോയ മിക്കതും ഞാൻ ഇന്ത്യയിൽ തന്നെ ഉള്ള കാടുകളിലാണ് പോയിട്ടുള്ളത്. ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ആക്ച്വലി അങ്ങനെ പോവാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. സോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോകുന്ന ഒരാളാണോ? വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സിന്റെ ആണോ അതോ ഭയങ്കര ഹ്യൂജ് ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്? ഞാൻ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്. അതായത് എനിക്ക് പണ്ട് ഭയങ്കര ഹ്യൂജ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പീപ്പിൾ. അതിപ്പോ 2 or 3 ആയിക്കോട്ടെ, അത് മതിയല്ലോ നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടിയ ആൾക്കാരെ മാത്രം കീപ്പ് ചെയ്യാന്നുള്ളൊരു സാധനം അല്ല. പിന്നെ നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പം നമ്മളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന, നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ പലരും അടുത്ത, ഇറ്റ്സ് നോട്ട് ദാറ്റ് ദ അതർ പീപ്പിൾ ആർ ബാഡ് ഓർ അങ്ങനെ കണക്ട് ആവാത്തൊന്നുമല്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമുക്ക് അടുപ്പവും കുറച്ചും കൂടി നമ്മൾക്ക് നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഐഡിയോളജി നമുക്ക് സംസാരിക്കാനും നമ്മളെ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് നമ്മളുടെ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത്. അതെനിക്ക് പലപ്പോഴും പല മീംസും വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളുടെ 18th ബർത്ത്ഡേക്ക് വി വുഡ് ഹാവ് മേ ബി 10 or 15 പീപ്പിൾ. അത് കഴിഞ്ഞിട്ട് ഒരു 23rd ബർത്ത്ഡേ ആകുമ്പോൾ ആൾക്കാർ കുറയും. ഒരു 29th ബർത്ത്ഡേ ആകുമ്പോൾ പിന്നെ ആൾക്കാർ, അതായത് നമുക്ക് വേണ്ടിയ ഓരോ ഫേസിൽ നമ്മൾ റിയലൈസ് ചെയ്യും ആരൊക്കെയാണ് നമ്മുടെ കൂടെ വേണ്ടത്. ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ഇറ്റ് ടു കീപ് ദറ്റ് വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ ഇൻ ലൈഫ്. ഒരുപാട് പേരെ വെച്ചിട്ട് അതെ. സ്റ്റിൽ ലൈക്ക് വാട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി ലക്കി ടു ഹാവ് സംവൺ ലൈക്ക് നമ്മളുടെ ഒരു ജേർണി ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ഒരാൾ അങ്ങനെ. Absolutely. I have അങ്ങനെ 1 or 2 അങ്ങനെ ഫ്രണ്ട്സ് കീപ് ലൈക്ക് ഫ്രം ദ ബിഗിനിങ്, അതായത് ഫ്രം സ്ക്രാച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന. അതാണ് ജേർണി ഒരുമിച്ചുള്ളത്. വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിൽ ഫുഡ് അടിക്കാൻ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ഫുഡിയാണോ ഇഷ്ടം? ഫുഡിയാണോ? ഞാൻ ഭയങ്കര, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന, റൊമാൻറ്റിസൈസ് ചെയ്യണം.